അപ്പൊ ഇന്ന് കുരുമുളക് പറിക്കുന്ന പണിയിലാണ്. ഞാൻ കുറച്ച് നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് കുരുമുളകൊക്കെ ഒന്ന് കാണിച്ചു. കുഞ്ഞോൾ ഇപ്പോഴാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അപ്പൊ ഞാൻ 2 മരത്തിലുള്ള പറിച്ചു. അപ്പൊ ഇതാ ഇവിടെ ഒരു വള്ളി ഉണ്ട് കേട്ടോ. ഇതൊക്കെ പന്നിയൂരാട്ടോ. നമ്മൾ കൂടുതലും നമ്മളിപ്പോൾ കൃഷി ചെയ്യുന്നത് പന്നിയൂർ ഇനത്തിൽപ്പെട്ട വള്ളികളാണ്. കണ്ടില്ലൊക്കെ പഴുത്തിട്ടുണ്ട്. പഴുത്തത് അധികം കിളികൾ തിന്നുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വേഗം തന്നെ പറിച്ചെടുക്കുന്നത്. അടിഭാഗത്ത് ചിലപ്പോൾ കുറച്ച് മൂപ്പാവാനുണ്ടാവും. അവ നിർത്തി കഴിയുമ്പോൾ മൊത്തത്തിൽ കിളികളും കഴിക്കും, അതുപോലെ കൊഴിയും ചെയ്യും. ഇതിൻ്റെ അടിയിൽ അങ്ങനെ കൊഴിഞ്ഞിട്ടില്ല. നമുക്ക് ഇതിലല്ലാണ്ട് പറിക്കാം. കാപ്പി പറി കഴിഞ്ഞാൽ നമ്മളെ ആദ്യത്തെ പരിപാടിയാണ്. ഒന്ന് കാപ്പി പെറുക്കാനുണ്ട്. അപ്പം ഇന്ന് പെറുക്കൽ ഒഴിവാക്കിയിട്ട് കുരുമുളക് കണ്ടിട്ട് പറിക്കാന്ന് വെച്ചു. അപ്പം ഇന്നിതാ പുറകിലൊരു ചാക്ക് കെട്ടിയത് കാണാം. ചെറിയ ചാക്ക. പക്ഷെ നമുക്ക് ചെറിയ വള്ളികളായതുകൊണ്ട് ചെറിയ ചാക്ക് മതി. അത്രയൊക്കെ കിട്ടുള്ളൂ ഓരോ വള്ളിയിൽ നിന്ന്. ആദ്യമൊക്കെ പറിക്കുമ്പോൾ വലിയ ചാക്കൊക്കെ കെട്ടിയിട്ട് ഇതാ നല്ല ഹൈറ്റിലുണ്ടാവും. ഞാനൊക്കെ തുടങ്ങിയ വെച്ചൊക്കെ ചെറിയ ചാക്കായി. പിന്നെ ഏണി അതുപോലെ തന്നെ വലിയ ഏണി വെക്കലായിരുന്നു. ഇപ്പൊ ചെറിയ കോണി മതി. ഈ ഒരു കോണിക്കുള്ള അളവിലൊക്കെ ഉള്ള വള്ളികളെ ഇപ്പൊ നമുക്ക് ഉള്ളൂ. ഇതിലും കുറച്ച് കൂടുതൽ ഉണ്ടാവും. എന്നാലും നമുക്ക് കയറി പറിക്കാം മുകളിൽ എത്തിക്കഴിഞ്ഞാൽ. പറി തുടങ്ങല്ലേ. പന്നിയൂര് പറിക്കാൻ കുറച്ച് എളുപ്പാ. അത്യാവശ്യം തിരി നല്ല നീട്ടം ഉണ്ടാവും. ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒതുങ്ങി കിട്ടുക. ഒരു 2-3 വർഷമൊക്കെ കായ്ച്ചു തുടങ്ങുമ്പോഴത്തേന് വള്ളീൻ്റെ കാര്യം തീരുമാനമാവും. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലോട്ട് അങ്ങനെ വരുന്നില്ല. ഒക്കെ ഇത് ഈ റേഞ്ച് ആവും. ഒരു 2 വർഷമൊക്കെ നമ്മൾ പറിച്ചു വരുമ്പോഴത്തേക്കും വള്ളി പോവും. അപ്പം അടുത്ത വള്ളി നട്ടു കൊടുക്കും. അങ്ങനെ ഒരു എന്താ പറയുക, ഇപ്പോഴും കുരുമുളക് വള്ളി കറക്റ്റ് പിടിച്ച് കിട്ടിയിട്ട് ഇങ്ങനെ കുറേ വലിയ വള്ളിയാവാൻ നിൽക്കാനുള്ളൊരു സമയം കിട്ടുന്നില്ല. ഒരു വർഷം നമ്മൾ 100 കൂടേൻ്റെ അടുത്ത് തൈകൾ പുതിയ നട്ടു കൊടുക്കും. അപ്പം ഒരേ ലെവലിൽ മുളക് കിട്ടുന്നത് പോകുന്ന വള്ളിക്ക് പകരം അടുത്ത വള്ളി കയറി വരുന്നതുകൊണ്ട് അങ്ങനെ എന്താ പറയുക, ഒരു ബാലൻസിൽ അങ്ങനെ നിർത്തിയിട്ടാണ് ഇപ്പോൾ കുരുമുളക് കൃഷി പോകുന്നത് കേട്ടോ. ആദ്യത്തെ വള്ളിയൊക്കെ ആണെങ്കിലേ നമ്മൾ എന്താ പറയുക, ഒരു ദിവസം ഒരു 2 വള്ളി ഒക്കെ പറിക്കാൻ പറ്റുള്ളൂ എന്ന് പറയല്. ഞാനും അങ്ങനെ കറക്റ്റ് കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ നമ്മുടെ തോട്ടത്തിൽ അത്രയും വലിയ വള്ളികളായിരുന്നു. ഒരു സൈഡ് ഏണി വെച്ചിട്ട് കഴിഞ്ഞ് പിന്നെ അപ്പുറം സൈഡ് വേറെ ഏണി വെച്ച് അങ്ങനെ വലിയ ഏണി വെച്ചിട്ടായിരുന്നു പറിക്കല്. മുളേൻ്റെ ഏണി വെട്ടി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അന്ന് നമ്മൾ ഇരുമ്പിൻ്റെത് ഇങ്ങനത്തെ ഒന്നും കോണികളും ഏണിയൊന്നും ഇറങ്ങിയിട്ടില്ല. ആ ഒരു സ്ഥലത്ത് ഇപ്പം സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഒരു വള്ളിയിൽ നിന്നൊക്കെ പറിച്ചു കഴിയുന്നുണ്ട്. അത്രേ ഉള്ളൂ. ചിലതൊക്കെ ഉണ്ടോ കറുത്ത് വന്നിട്ടുണ്ട്, മൂപ്പായതുണ്ട്. അങ്ങോട്ടൊക്കെ ചെന്നാൽ കുറച്ചുകൂടെ പഴുത്തതുണ്ട്. ഇതിൽ പിന്നെ അധികം പഴുത്തിട്ടില്ല, കൊഴിച്ചിലും കുറവുണ്ട്. ഈ പഴുത്ത് കഴിഞ്ഞാലാണ് എല്ലാം കൊയ്യുന്ന. പഴുത്തും മൂത്തും കഴിഞ്ഞാൽ പെട്ടെന്ന് കൊഴിയുന്നുണ്ട്. അപ്പൊ ആദ്യം ഒന്ന് നമ്മൾ അടിയിലുള്ളത് നോക്കും. എന്നിട്ട് പറിച്ച് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അടിയിലുള്ളത് പെറുക്കിയെടുക്കണം. ഒരു കാലത്ത് വയനാട്ടിലെ കാപ്പിനെക്കാട്ടിയും കൂടുതൽ വരുമാനവും എല്ലാവരും എന്താ അത്യാവശ്യം പിടിച്ചു നിന്നതൊക്കെ കുരുമുളക് കൃഷിയിലാണ്. ഞങ്ങളിവിടെ തന്നെ പുൽപ്പള്ളി ഏരിയയിലൊക്കെ, പുൽപ്പള്ളി എന്ന സ്ഥലത്തൊക്കെ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉള്ളതാണ്. കിഞ്ചൽ കണക്കിന് കുരുമുളക് പറിക്കുന്ന തോട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പം അവിടെയൊക്കെ പോയി. അവിടെയും നമ്മളെ അവസ്ഥ തന്നെയാണ്. എന്നാലും ഇതിലും കുറച്ചുകൂടെ ഒക്കെ ഒരു മെച്ചം ഉണ്ടായിരുന്നു. എന്നാലും അത് റെഡി ആവുന്നില്ല. ഒക്കെ ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവറേജ് ഇതുപോലത്തെ ചെറിയ വള്ളികളെ ഇപ്പോൾ ഉള്ളൂ. അപ്പം അതിന് ശേഷമാണ് പുൽപ്പള്ളിയിലൊക്കെ ഇപ്പം അവരൊക്കെ എന്താ പറയുക പിടിച്ചു നിൽക്കുന്നത്. എല്ലാവരും കുറെ കർഷകർ ആത്മഹത്യ ഇതൊക്കെ ചെയ്ത ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ വയനാട്ടിൽ. അതൊക്കെ ഈ കുരുമുളക് കൃഷി കുരുമുളക് കൃഷി നഷ്ടമല്ല, പോയതിനു ശേഷമാണ് ഇപ്പൊ അവർ പിടിച്ചിരിക്കുന്നത്. ഇതിൽ കുറച്ചുണ്ട്, ആ സൈഡ് പറിച്ചോളെ. ക്ഷീരമേഖലയിലാണ് ഇപ്പൊ കൂടുതലും പിടിച്ചിരിക്കുന്നത്. അപ്പൊ പശു വളർത്തലാണ് ഇപ്പൊ അവിടെ കുരുമുളക് കൃഷിക്ക് തുല്യമായിട്ട് ഇപ്പൊ നിൽക്കുന്നത്. അത് കൊട്ടലിട്ടായി. ആ 2 ഐറ്റം വരുന്നുണ്ട്. അത് നമ്മളെ ഇത് വരച്ചില്ലേ, കല്ലുവള്ളി, വലിയ ബോൾട്ട്, അത് കൊട്ടയിലിട്ട് വെച്ചാൽ കേട്ടോ. നാസർക്കും ഒരാൾക്ക് ഇങ്ങനെ പറിച്ചു വരുന്നുണ്ട്. 2 ആളും കൂടെ അങ്ങനെ പറിക്കുകയാണ്. അപ്പൊ അതാ അങ്ങനെയൊക്കെ വയനാട്ടിലൊരു എന്താ പറയാ, കുരുമുളക് അത്രയും കുറഞ്ഞിട്ടുണ്ട് ഇപ്പൊ. പിന്നെ ഞങ്ങൾ അത്രയും ശ്രമിച്ചിട്ടാണ്. ചില ആളുകളൊക്കെ നിർത്തിപ്പോയി ഇങ്ങനെ നടലും വള്ളി വേണ്ട ഇതില്. ഞങ്ങളങ്ങനെ ഓരോ വർഷവും പുതിയ നട്ടു കൊടുത്തിട്ടും എന്തായാലും നമുക്ക് എല്ലാ കൃഷിയും ചെയ്യുന്ന കൂട്ടത്തിൽ കുരുമുളക് വേണ്ടെന്നുള്ള രീതിക്ക് ആയിപ്പോയി എല്ലാവരും കുരുമുളക് കൃഷിയും.
അത്രയും രോഗങ്ങൾ കൂടിപ്പോയി. എത്ര മരുന്നും കാര്യങ്ങളും ചെയ്തിട്ടൊന്നും അതിനൊരു റിസൾട്ട് ഇപ്പോഴും വരുന്നില്ല. ഇല്ല, കാപ്പി കയറി കഴിഞ്ഞാലും പെറുക്കുന്ന സമയത്താണ് ഇതുപോലെ കാപ്പി വിട്ടുപോയത് പറിക്കുക കേട്ടോ. കണ്ടാൽ പിന്നെ അപ്പം പറിച്ചില്ല, പിന്നെ ഇത് കാണൂല. വേണ്ട, പറിക്കുന്ന സമയത്ത് വിട്ടു വന്ന ഇത് കവാത്തർക്കാണ് കൂടുതൽ ഇത് കിട്ടുക. നമ്മൾ അതിന് മുന്നേ ഒന്ന് പെറുക്കുകയും ചെയ്യും, ഇതുപോലെ കാണുന്നത് പറിക്കുകയും ചെയ്യും. കാപ്പിയും കിട്ടും. അപ്പതാ ഇതിന് അത്യാവശ്യം മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ 10 വള്ളി ഉണ്ടെങ്കിലും സംഭവം സെറ്റായി. വേണോ ചാക്കിലേക്കിടാ. ഇതിന് മൊത്തം നമ്മള് പന്നിയൂർ തന്നെ ഇടുന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് കല്ലുവള്ളി എന്ന് പറയുന്നത് നമ്മുടെ വയനാടിന്റെ ബോൾട്ട് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല വലുപ്പത്തിൽ വരുന്ന വയനാടൻ കുരുമുളക് എന്നൊക്കെ പറയുന്ന ബോൾട്ട്. ഇത് നമ്മൾ വേറെ എടുക്കുന്നത്, കുറച്ചേ ഉള്ളൂ ഇതിനു. ഇനി അപ്പുറത്തൊക്കെ ഉണ്ട്. പിന്നെ വേഗം നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ട് വള്ളികളൊക്കെ ഉള്ള ഏതൊക്കെ ഇനങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. നമ്മളിപ്പോ മുളക് ഇട്ട് കഴിഞ്ഞപ്പോഴേ എന്തോ കാലിയായ ഒരു സമാധാനം, വെയിറ്റിങ് തൂങ്ങി നിന്നിട്ട്. ഇതുപോലെ നമ്മള് പല സ്റ്റേജിലുള്ള വള്ളികൾ നമ്മുടെ തോട്ടത്തിലുണ്ടാവും. ഇതൊക്കെ ഒരു അടുത്ത വർഷം മുതൽ നമുക്ക് കാഴ്ച തുടങ്ങും, തിരിയിട്ട് തുടങ്ങും. ഇതിനും ചെറുതുണ്ട്, ഇനി പുതിയ കൂടെ വെക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വള്ളികളുടെ വീഡിയോ ഒക്കെ നമ്മൾ വേറെ കാണിച്ചു തരാം. നമ്മൾ വള്ളി വെക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പോവാം. പടുതാക്കുളത്തിന്റെ അടുത്തുള്ള ഒരു മരത്തിലുള്ള വള്ളിയാട്ടത്. ഇതാണ് നമ്മളെ വയനാടൻ കുരുമുളക് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കുറച്ച് കാണിച്ചു തന്നു, ബോൾട്ട് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള മണികളായിരിക്കും. ഇത് നമ്മൾ പറിക്കുമ്പോൾ സമയത്ത് തന്നെ മാറ്റി വെക്കുന്നുണ്ട്. ചിലർ കല്ലുവള്ളി എന്നൊക്കെ പറയുന്ന വള്ളിയാട്ടത്. ഞങ്ങളെ തന്നെ പല ഭാഗത്തും പല പേരാണത്. കല്ലുവള്ളി എന്ന് പറയുന്നുണ്ട് വയനാട്ടിൽ തന്നെ ചില ഭാഗത്ത്. പിന്നെ ബോൾട്ട്, വയനാടൻ കുരുമുളക്, ആ സാധനമാണ്. ഇതിൽ പന്നിയൂരിന്റെ അത്ര കായ്കൾ ഇങ്ങനെ തിരി അത്ര ഉണ്ടാവില്ല, എന്നാലും ഉള്ളത് കണ്ടില്ലേ അത്യാവശ്യം വലിയ മണികളായിരിക്കും. പറിക്കാൻ എന്തായാലും സുഖം ഞങ്ങൾക്ക് പന്നിയൂരല്ലേ. ഇതൊക്കെ കുറച്ച് തെരഞ്ഞു പറിക്കുന്ന പോലെ ഉണ്ടാവും. അധികം തിങ്ങിയെന്നല്ല ഒരു ഭാഗത്ത്, എന്നാലും ഉണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തായാലും പറിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ 2 ഇനം കൂടെ ഉണ്ട്, അതൊന്ന് കാണിച്ചു തരുമോ? ഇതിലൊക്കെ അത്യാവശ്യം നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. കിളികൾ കുറേ കഴിച്ചു പോയിട്ടുണ്ട്. ഓരോ തിരി തന്നെ ഇങ്ങനെ കാണാം, പകുതിയൊക്കെ കാണുന്നത്. അതൊക്കെ കിളികളൊക്കെ തിന്നു പോകുന്നതാണ്. ഇത് കരിമുണ്ടായിട്ട് കേട്ടോ, കരിമുണ്ട എന്ന് പറയുന്നതാണ്. ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, കുറച്ച് ചെറുതായിരിക്കും. അതും കരിമുണ്ട, തൊട്ടപ്പുറത്ത് കാണുന്നില്ലേ. ഈ വള്ളിക്ക് പിന്നെ കേട് കുറവാണ്, പക്ഷെ തിരി അധികം വലിപ്പമൊന്നുണ്ട്. അത് ഇത്രയൊക്കെ നീട്ടുണ്ടാവുള്ളൂ. നമ്മളെ വയനാട് കുരുമുളക് തന്നെ ബോൾട്ടിന്റെ അത്ര വലിപ്പം വരില്ല, അതിന് കുറച്ചും കൂടെ മണി ചെറുതായിരിക്കും. എന്നാലും പന്നിയൂരിനെക്കാട്ടി കുറച്ചുകൂടെ വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തായാലും കുറച്ച് കൂടുതൽ നടുന്നതിൽ നമ്മള് കൂടെ വെക്കുന്നതിലൊക്കെ വെച്ചു കൊടുക്കുന്ന ഒരു ഇനാണ്. കേട് കുറവാണ് വള്ളിക്ക്. ഇല നല്ല തിങ്ങി ഇതുപോലെ ചെറിയ ഇലകളും ഉണ്ടാവും. പിന്നെ ഇപ്പുറത്ത് നമ്മൾ പന്നിയൂരിൽ തന്നെ 1, 2 എന്നൊക്കെ പറഞ്ഞാൽ പന്നിയൂരിൽ വേറെ ഇന. ഇതിലൊക്കെ അത്യാവശ്യം ഇവിടെയൊക്കെ എല്ലാം പഴുത്തിട്ടുണ്ട്. അടിയിൽ കാണിച്ചു കൊടുക്കുന്നുണ്ടാ, കൊഴിഞ്ഞിട്ടുണ്ടല്ലേ. പണ്ടൊക്കെ ഉമ്മാന്റെ ഒക്കെ വീട്ടിൽ പോകുമ്പോൾ നല്ലൊരു പൈസ ഉണ്ടാക്കും ഞങ്ങൾ അവിടെ. ഇതുപോലെ നല്ല കുരുമുളകുള്ള സമയത്ത് ഉമ്മാന്റെ ഉപ്പാവ ഞങ്ങളെ പെറുക്കാൻ വിടും. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, ഇതുപോലുള്ളൊക്കെ പെറുക്കി കൊടുത്താൽ നല്ല പൈസ കിട്ടും. നല്ല പഴുത്തത് ഇങ്ങനെ വീണിട്ടുണ്ടാവും. അതിലറിയാതെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ പഴുത്ത അടിയിൽ നിന്ന് കാണുന്നതൊക്കെ പറിക്കും കേട്ടോ. അതൊക്കെ ഉപ്പാവ വേഗം കണ്ടുപിടിക്കും. കണ്ടില്ല, വാട്ടം വേറെ തന്നെ അറിയാം. ഇതിപ്പോ നമ്മള് പഴുത്തത് വീണതാണ്. ഇത് കണ്ടില്ല, ഫ്രഷ് അങ്ങനെ വാട്ടം കണ്ടു വേഗം പിടിക്കും, കണ്ടുപിടിക്കും. നല്ല രസമായിരുന്നു അന്നൊക്കെ. അങ്ങനെയൊന്നും ഇപ്പം കുരുമുളക് നമുക്ക് പറിക്കാനും പെറുക്കാനും ഒന്നും ഇല്ല, അത്രയും പോയി വള്ളികളൊക്കെ. ഇതിന്റെ അടിയിലുള്ള നല്ല പെറുക്കാണ്ട്. അപ്പൊ ഇനി വേഗം പറിക്കട്ടെ. നാസർക്ക് ഒരു ഭാഗത്ത് നിന്ന് അങ്ങനെ പറിച്ചു വരുന്നുണ്ട്. ഞാനെന്ത് ചെയ്യും, ഫാമിൽ മറ്റ് പണിയന്റെ ഗ്യാപ്പിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കുരുമുളകൊക്കെ പറിക്കുന്നതാണ്. ഇനി വേഗം എന്ത് ചെയ്യാൻ പറ്റുന്നത്ര നമുക്ക് കണ്ടില്ല പഴുത്ത് പറിച്ചിട്ടും പെറുക്കിയിട്ടൊക്കെ തീർക്കട്ടെ. അപ്പൊ ഇന്നത്തെ കുരുമുളക് പറി കഴിഞ്ഞു കേട്ടോ. ഇത്രയും കുരുമുളക് കിട്ടിയിട്ടുണ്ട്. ഇതിലധികം പന്നിയൂരാണ്. നമ്മളെ കല്ലുവള്ളി വയനാടൻ കുരുമുളക് നമ്മളിതാ വേറെയും പറിച്ചിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയ മണികളാണ്. ഇനി അടുത്ത പണിയേ കുരുമുളക് ചവിട്ടലാണ്. നമ്മൾ തിരിഞ്ഞ് കുരുമുളകിന്റെ മണികളൊക്കെ വേർതിരിക്കണം. അപ്പോൾ ഇവിടെ കൊണ്ട് ശരിയാ. ഇവിടെ പറയാൻ ശ്രമിക്കാം.
പക്ഷെ നാസർക്കേട്ടോ ചവിട്ടുന്നത്, അതുകൊണ്ടാ നാസർക്കാട് ചോദിച്ചത്. കുറെ പഴുത്തിട്ടുണ്ട് അല്ലേ അങ്ങോട്ട് നോക്കി. അപ്പം ഓരോ ദിവസം പറിക്കുന്നത് അന്ന് തന്നെ നമ്മള് ഇതുപോലെ ചവിട്ടിയിട്ട് മണികൾ വേർതിരിച്ചിട്ടില്ലെങ്കിൽ വാടി കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് മണികളൊക്കെ ഇതിൽ നിന്ന് കിട്ടാനായിട്ട്. അപ്പൊ നാസർക്ക് എന്നാ തുടങ്ങിക്കോളി. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വേറെ ചെയ്യാം കേട്ടോ. പരത്തണോ? ഒന്ന് കനം കുറച്ചുകൂടെ നല്ല അല്ലേ? ഇലകളൊക്കെ അല്ല എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് ഇനി നെട്ടും തിരിയൊക്കെ മാറ്റാൻ ഉണ്ടാവും. അത് ചവിട്ടിക്കോളി, മിക്സ് ചെയ്ത് അതിനടുത്ത് മാറ്റാം. അടിപൊളി. ഇതുപോലെ നമ്മള് കാലിന്റെ മടമ്പ് ഇങ്ങനെ കുറച്ച് അമർത്തി പിടിച്ചിട്ടുണ്ടോ ചവിട്ടുക. കറക്റ്റ് വേഗമാവും. വാടിക്കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് അത്രക്ക. അതാണ് നിങ്ങള് അന്നു പറിക്കുന്ന കയ്യോടെ ഇതുപോലെ ചവിട്ടും. ആദ്യമൊക്കെ ഇങ്ങനെ ഒരു മുളയുടെ വടിയൊക്കെ കെട്ടിയിട്ട് അതിൽ 4-5 ആളൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നിരത്തി ഇങ്ങനെ ഇടേന്. ഇപ്പൊ അത്രയൊന്നും ഇല്ല. നമ്മള് പിന്നെ കുറച്ചായതുകൊണ്ട് എളുപ്പം പണിയും കഴിയുന്നുണ്ട്. പിന്നെ കുറെ ആളുകൾ ഇപ്പം പുൽപ്പള്ളി ഏരിയയിലൊക്കെ മെതിയന്ത്രം ഉണ്ട് കേട്ടോ. നമ്മൾ കുരുമുളക് ഇതുപോലെ മെഷീനിലോട്ട് ഇട്ട് കൊടുത്താൽ കറക്റ്റ് ആയിട്ട് മണി വേറെ ആയിട്ട് തിരി വേറെ ആയിട്ട് സെപ്പറേറ്റ് വരുന്നുണ്ട്. അപ്പം അത് ഈ ഏരിയയിലൊക്കെ കുറവ്, ഇവിടെ കുരുമുളക് കുറവായതുകൊണ്ട് എല്ലാവരും ഇതുവരെ ചവിട്ടിയിട്ട് തന്നെയാണ് മണിയെടുക്കുന്നത്. നമ്മളൊരു കുരുമുളക് സമിതിയിലൊക്കെ ഉണ്ട്. കുരുമുളക് സമിതിയിൽ നമ്മളിവിടെ ഒന്നും വാങ്ങിച്ചിട്ടില്ല. കുറച്ച് ഇവിടെ അടുത്ത് പടിഞ്ഞാറ്റൊക്കെ കുരുമുളക് സമിതിയിലൊക്കെ അവർ മെതിയന്ത്രം വാങ്ങിച്ചിട്ട് ഓരോ കർഷകർ ആവശ്യത്തിന് യന്ത്രം കൊണ്ടുപോയിട്ട് അതിനിങ്ങനെ എടുക്കുന്നുണ്ട്. ഇവരൊക്കെ അതാണ് കൃഷിക്കാർ. കുരുമുളക് കൃഷി കൂടുതലുള്ള സ്ഥലത്തൊക്കെ ഇപ്പം മെഷീനായി മാറിയിട്ടുണ്ട്. നമുക്ക് എളുപ്പം തന്നെയാണ്. ഇനി വേഗം എന്ത് ചെയ്യുക, ഇതൊക്കെ ചവിട്ടിയിട്ട് മണികളൊക്കെ വേർതിരിച്ചിട്ട് അടുത്ത പരിപാടി തുടങ്ങണം. കുരുമുളകൊക്കെ ചവിട്ടി കഴിഞ്ഞിട്ട് ഇതാ ഒക്കെ നല്ല വൃത്തിയാക്കിയിടുന്നത് കണ്ടില്ല. മണികളൊക്കെ ചെറിയ തിരിന്റെ കഷ്ണവും നെട്ടൊക്കെ ഉണ്ടാവും. അത് നമ്മളൊന്നുകൂടെ പരത്തിയിടുന്ന സമയത്തൊക്കെ പെറുക്കിയെടുത്ത് ഒഴിവാക്കാം. മൊത്തമായിട്ട് ഇങ്ങനെ കിട്ടൂല, അങ്ങനെ നിരത്തുന്ന സമയത്തൊക്കെ കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് ശേഷം നല്ല വലുപ്പമുള്ള മണികൾ കേട്ടോ. ഇതാ നമ്മള് ബോൾട്ട് വയനാടൻ കുരുമുളക്, ഈ കല്ലുവള്ളി എന്നൊക്കെ പറയുന്നതിന്റെ വേണം കുറച്ചുകൂടെ വലുപ്പം കൂടുതലുള്ള. ഇത് ഇത്രയേ ഉള്ളൂ. ബാക്കി ആദ്യം നമുക്ക് അതിലിട്ട് അങ്ങനെ ഉണക്കിയെടുക്കാം. അത് ഓരോ മരം കാണുന്ന വെച്ച് വേറെ പറിച്ചെടുക്കാൻ ചെയ്യുന്നത്. അപ്പൊ ഇനി നമുക്ക് വേഗം ഉണക്കിയെടുക്കണ പരിപാടിയാണ് ഇനി. അത്രക്ക് അതിലെടുത്തേ. നല്ല വെയിലുണ്ട്. നമ്മളെ പൊലിമുട്ടി വെച്ചിട്ട് കനം കുറച്ച് അങ്ങോട്ട് പരത്തിയാൽ വേഗം ഉണങ്ങി കിട്ടും. കാപ്പി പോലല്ല, കുരുമുളകിന്റെ ഉണക്ക് പറയുന്നത് നമുക്ക് മൂന്ന് വെയിൽ എന്നല്ലേ നാസർക്ക് അറിയല്. 3 വെയിൽ, നല്ല വെയിലാണെങ്കിൽ 3 വെയിൽ കൊണ്ട് കുരുമുളക് ഉണങ്ങുന്ന അറിയുന്നത് കേട്ടോ. ഇങ്ങനത്തെ വെയിലാണെങ്കിൽ 3 വെയിൽ വേണ്ടോണ്ട്, അത്രയും വെയിലുണ്ട്. നല്ല കനത്തിലുള്ള വെയിലാ. എന്നാലും 3 വെയിൽ വേണം. അപ്പൊ നമ്മള് മുളകൊക്കെ ഒരേപോലെ ഉണങ്ങിക്കിട്ട് നമ്മൾ ചെയ്യുക. വെയിൽ പോകുന്നതിന് മുന്നേ തന്നെ ആ വെയിലോട് കൂടെ നമ്മള് ഇത് കൂട്ടി വെച്ചിട്ട് മുകളിൽ നമ്മൾ കനം കയറ്റി വെക്കും. ഉമ്മരെ കല്ലൊക്കെ കയറ്റി വെക്കും. കുറച്ച് കനമുള്ള എന്തെങ്കിലും പിന്നെ മരത്തിന്റെ കഷ്ണോ കല്ലോ കയറ്റി വെച്ചാൽ പിറ്റേന്ന് നമ്മൾ തുറക്കുമ്പോഴത്തേക്ക് എല്ലാ മുളകും ഒരേപോലെ ഉണങ്ങി കിട്ടും. അതാ ചൂടിന് തന്നെ ചെയ്യണം, തണുക്കാൻ പാടില്ല. പിന്നെ മഞ്ഞും കൊള്ളിക്കരുത് കേട്ടോ. അത് കഴിഞ്ഞിട്ടുള്ള ഉണക്കിലൊക്കെ മഞ്ഞ് തട്ടരുത്. എന്നാലാണ് നമുക്ക് അടിപൊളി നല്ല ഒറിജിനൽ നമ്മളെ വയനാടിന്റെ പേരിലുള്ള കുരുമുളകായിട്ട് കിട്ടുള്ളൂ. കിട്ടില്ല, ഇങ്ങോട്ട് വെയിൽ വരും. നമ്മൾ ഇവിടെ കാപ്പി ആയതുകൊണ്ട് ഇപ്പുറ സൈഡിൽ നമ്മള് കാപ്പി ഇനിയും പരത്താണ്ട് ഒന്ന് കുറച്ച് കാപ്പി ചാക്കിലാക്കാണ്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ സൈഡിലിട്ടുള്ളത്. ഇനി മറ്റേ കുറച്ചിടാൻ നാസർക്ക, അത് ചെറിയ ചാക്കിലേ ഉള്ളൂ. ഇതിലിടാം. അത് വേണം. ഉണങ്ങി കഴിയുമ്പോൾ നമ്മള് ചേറിയിട്ട് പൊടികളൊക്കെ കളയും കേട്ടോ. നല്ല
നല്ലൊരു മണ കേട്ടോ. ഇത് ചവിട്ടി കഴിഞ്ഞപ്പോൾ തന്നെ കുരുമുളകിന്റെ ഒരു മണം അവിടെ മൊത്തം. ഇനി ഒരു പണിയും കൂടെ ഉണ്ട്. ആ പണി എന്തായാലും നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അത് ചെയ്തോണ്ടായിരിക്കില്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തോണ്ടാണ് ഇക്കൊല്ലം കുഴപ്പമില്ലാത്ത. ഇല്ലില്ല, കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടിട്ടിരുന്നു. അല്ല ഉമ്മ അറിയാം, അതുകൊണ്ടൊന്നല്ല, നല്ല മഴ കിട്ടിയോണ്ടാണ്. മഴ ഉണ്ട് കേട്ടോ, നല്ല ഏറ്റവും കൂടുതൽ മഴയുള്ള വർഷമാണ്. നമുക്ക് കാപ്പി ചിലപ്പോൾ കൊഴിഞ്ഞൊക്കെ പോകും മഴക്കാലത്ത്. പക്ഷെ കുരുമുളകിന് ഏറ്റവും നല്ലത് നല്ല മഴ വേണം. നല്ല മഴയുള്ള വർഷമാണ് നല്ല കുരുമുളക് ഉണ്ടാവുക. അപ്പോൾ ഇതാ നമ്മള് ചവിട്ടി കഴിഞ്ഞാൽ തിരി കണ്ടില്ലേ, അത്രയ്ക്കാണെങ്കിൽ ഓരോ മണി ഇരുന്ന് മാറ്റിയെടുത്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അവിടെയും ഇവിടെ കാത്തില്ല, പരമാവധി എടുത്തുണ്ട്. പിന്നെ നമുക്ക് തിരികളൊക്കെ നമ്മൾ എടുത്തിട്ടേ 1-2 മണിയൊക്കെ കിട്ടുന്നുണ്ട്. തിരികളൊക്കെ എടുത്ത് നമുക്ക് ചെറിയൊരു പണി എന്താണെന്നല്ല കാണിച്ചരാ. ഇത് പഴയൊരു വിശ്വാസമാണ്. നമ്മള് കുരുമുളക് കുറഞ്ഞാലും വിശ്വാസങ്ങളൊന്നും മാറ്റം വരുത്തരുത്. വിശ്വാസമല്ല, പണ്ടെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇതായിട്ട് ഇങ്ങനെ പോകുന്നത് നമ്മളെ ഫാമിലേക്ക് വരുന്ന വഴി കേട്ടോ. ആ വഴിയിൽ പോയിട്ട് കാര്യമില്ല, നമ്മൾ തോട്ടത്തിലൂടെ പോയിട്ട് വേറൊരു വഴിയുണ്ട്, ആ വഴിക്കാണ് പോകുന്നത്. നമ്മളെ വേലിയിലെത്തിയിട്ടുണ്ട് കേട്ടോ, ഇടവഴി. ഇത് നമുക്ക് പോത്തുകാലൊക്കെ മേക്കാനൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ പോകുന്ന വഴിയാണ്. ഇപ്പം അങ്ങനെ വിടാത്തതുകൊണ്ട് നമ്മൾ ഈ വഴി അങ്ങനെ ഉപയോഗിക്കുന്നില്ല അല്ലേ. അപ്പോൾ ഈ റോട്ടില് നമ്മൾ ഇതിങ്ങോട്ട് ഈ റോഡ് പറഞ്ഞാൽ അത്യാവശ്യം ആളുകളൊക്കെ നടന്നു പോകുന്ന ഞങ്ങളുടെ അടുത്തുള്ള വഴിയാണ്. അപ്പം അതിലിങ്ങനെ ഇത് തിരി വെതറിയിടും. എന്താ വെച്ചാൽ ഇതിൻ്റെ വിശ്വാസം എങ്ങനെയാണ്, നമ്മൾ ഈ വെതറി തിരിയിലൂടെ ഇങ്ങനെ ആളുകൾ ചവിട്ടി നടന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ ചവിട്ടി നടക്കുന്നത് അത്രയും അടുത്ത വർഷം നമുക്ക് കുരുമുളക് കൂടുതലായിട്ട് ഉണ്ടാവും. ആ ഒരു വിശ്വാസം പണ്ടേ ഉള്ളതാണ്. ഞാൻ ആ വിശ്വാസമാണ് പറഞ്ഞ പ്രാവശ്യം കുറച്ച് കുരുമുളക് ഉണ്ടായതാണ് ഉമ്മാനെ. അത് മാത്രമല്ല, മഴ പെയ്തുകൊണ്ടാണെന്ന് പറഞ്ഞ്. നല്ല മഴ ഉണ്ടെങ്കിലും കുരുമുളക് ഉണ്ടാവും കേട്ടോ. അത്യാവശ്യം ഇതിലെല്ലാം എല്ലാ ആളുകളും നടന്നു പോകുന്ന ഒരു ഏരിയ. നല്ല ചവിട്ടി നടന്നിട്ടേ അടുത്ത പ്രാവശ്യം എന്തായാലും ഇതിലും റെക്കോർഡ് കുരുമുളക് ഉണ്ടാട്ടെ.